വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മളിന്നൊരു ഷോപ്പിങ്ങിന് ഇറങ്ങിയാണ് കേട്ടോ. അപ്പോൾ മാരേജ് ബന്ധപ്പെട്ട് എനിക്കും അമ്മയ്ക്കും കുറച്ച് ഡ്രസ്സ് എടുക്കണമായിരുന്നു, പിന്നെ നാത്തൂന് പാർട്ടി ഡ്രസ്സും കൂടെ എടുക്കണമായിരുന്നു. അപ്പോൾ നമ്മൾ നേരെ പോയത് ജയലക്ഷ്മിയിലോട്ടാണ്. അപ്പോൾ അവിടുത്തെ കുറച്ച് ആദ്യം അമ്മൂന് ഒന്ന് ഡ്രസ്സൊക്കെ ഒന്ന് സെറ്റാക്കിയിട്ട് നമുക്ക് സാരി സെറ്റാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഫസ്റ്റ് അമ്മൂന് നോക്കിയപ്പോൾ അത് ഇത്ര ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. നിങ്ങളിത് കാണുക, കൊള്ളാമോ ഗൈസ്? കാണിച്ചുകൊണ്ട് അയ്യോ അയ്യോ നൂട്ടാ അവർ വഴ കുറയും. വേണ്ട ഗൈസ്, ഗൈസ് ഇതെങ്ങനെയുണ്ട് ഗൈസ്? ഋതുവിന് ആണോ? ഇത് വേണ്ട, വേറെ വേറെ ഇത് നമുക്ക് അങ്ങോട്ട് ഇടാം. ഇത് നമുക്ക് നോക്കാം. ചേരണോ? കൊള്ളാമോ? കൊള്ളാമോ? കൊള്ളൂലല്ലേ? കൊള്ളൂലല്ലേ? കൊള്ളൂല. എനിക്ക് പറ്റിയത് ഇത് ഗൈസ്, ഇത് ഋതുവിന് എടുക്കാം കേട്ടോ. മാച്ച് 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 അമ്മ ഇട്ടു. അത് കൊള്ളൂലടി. ഇത് നല്ല കളർ ഗൈസ്, ഇഷ്ടപ്പെട്ടോ ചോദിച്ചു. ഇത് മതിയോ? കൊള്ളാമോ? കൊള്ളൂലെന്ന്. കൊള്ളാമോ? നല്ല കളർ. ഇത് മതിയാ? നമ്മൾ സാരി ഫിക്സ് ചെയ്യാൻ പോവാണ്. പിന്നെ അത് വേണം. മതിയാ? ഇത് ഡാർക്ക്. കൊള്ളാമോ? കൊള്ളൂല. ഇഷ്ടപ്പെട്ടു. അത് ഇഷ്ടപ്പെട്ടില്ല ഗൈസ്, എൻ്റെ ഋതുവിന് ഇഷ്ടപ്പെട്ടില്ല. സുഖാണോ ചോദിച്ചു എല്ലായിടത്തും? ചായ കുടിച്ചോ ഗൈസ്? നമ്മൾ ടയേർഡായി ഗൈസ്. നിങ്ങൾക്ക് സാരി വേണോ? നിങ്ങൾക്ക് സാരി വേണോ അപ്പയുടെ കല്യാണത്തിന്? ചോര്, നിങ്ങൾക്ക് സാരി വേണോ അപ്പയുടെ കല്യാണത്തിന്? ചോരടി. രാജാവ് രാജാവ് അംബാനി അംബാനി അംബാനി. ഇതാണ് എന്റെ കല്യാണത്തിന് രാജാവാ ഇത്. ഇതെന്തൊന്ന് വള്ളോ? ഇതേതെങ്കിലും പെണ്ണിന്റെ പാവട ഉടക്കി പിടിക്കട്ടെ. ഇതിന്റെ കല്യാണ ചിക്കൻ. ഋതു അവിടുത്തെ ഡ്രസ്സും എല്ലാം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവൾ ചുരിദാർ ഇതൊക്കെ കണ്ടപ്പോൾ പിടിച്ചൊക്കെ നോക്കുന്നുണ്ട്. ഇത് കൊള്ളാമല്ലേ അമ്മ എന്നൊക്കെ പറഞ്ഞ് കളിക്കുകയാണ് കേട്ടോ. ആൾ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ്. എന്ന് വെച്ചാൽ അവൾക്ക് കിട്ടിയ അവസരമല്ലേ, അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാം. പിന്നെ അവൾക്ക് ഇതുപോലെ ഇങ്ങനെ പടി കയറുന്നതാണ് കൂടുതൽ ഇഷ്ടം. അങ്ങനെ അവൾ എല്ലാ സ്ഥലത്തു നിന്നും ഓരോ ഫോട്ടോസും കാര്യങ്ങളും എടുക്കുന്നു. കണ്ടോ, ഇത് ഏതാ അമ്മ ഈ ചേട്ടൻ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു അവിടെ ഉള്ളൊരു ചേട്ടനാണെന്ന്. അങ്ങനെ അവൾക്ക് ചിരി വരുന്നുണ്ട്.
അപ്പോൾ നമ്മൾ അവിടെ കുറച്ച് ഡ്രസ്സ് റിലേറ്റീവ്സിനും നമുക്കും എല്ലാം നോക്കി. പക്ഷേ നല്ലതൊന്നും കിട്ടാത്തതുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് നേരെ ഇറങ്ങി കേട്ടോ. അപ്പോഴത്തേക്കും നമ്മൾ ടയേർഡായി. എന്നിട്ട് നേരെ പോത്തീസിലോട്ടാണ് പോയത്. പിന്നെ അവിടുത്തെ ഫുഡ് കൗണ്ടറിൽ നിന്ന് നമ്മൾ കുറച്ച് ജ്യൂസും കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് കഴിച്ചു കേട്ടോ. എന്നിട്ട് അതിന് ശേഷം നമ്മൾ ഇനി അടുത്ത് എനിക്കും അമ്മയ്ക്കൊക്കെ സാരി എടുക്കാനുണ്ട്. നമ്മൾ കുറച്ച് സാരി നമ്മൾ ജയലക്ഷ്മിയിൽ നിന്ന് മാറ്റി വെച്ചിട്ടുണ്ട്, ഇഷ്ടപ്പെട്ടത് ഏകദേശം. പിന്നെ നമ്മൾ നേരെ ഇവിടെയും കൂടെ ഒന്ന് സെലക്ഷൻ എങ്ങനെ ഉണ്ടെന്ന് നോക്കിയിട്ട് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അടുത്ത് ഇവിടെ കയറി കേട്ടോ. സത്യം പറഞ്ഞാൽ അവൾക്ക് ഇത് കയറുക, പടിയേറുക, ഇറങ്ങുക, ഇതായിരുന്നു അവിടെ താല്പര്യം. അല്ലാതെ അവൾക്ക് ഡ്രസ്സിനോട് വലിയ താല്പര്യം കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ എന്നെ നോക്കാനും നേരെ സമ്മതിച്ചൊന്നുമില്ല കേട്ടോ. അങ്ങനെ അമ്മയും നാത്തൂനും അച്ഛനും എല്ലാവരും കൂടെയാണ് സാരി മിക്കതും നോക്കിയത്. അത് കഴിഞ്ഞ് നമ്മൾ അമ്മയ്ക്കൊരു സാരി നോക്കി. എന്നിട്ട് നമ്മളൊന്ന് ഡ്രൈപ്പ് ചെയ്ത് നോക്കി കൊള്ളാവോ ഇല്ലേന്ന്. അപ്പോൾ അത് ഡ്രൈപ്പ് ചെയ്യുന്ന വീഡിയോ ആണ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ നമ്മളൊന്ന് നോക്കി. അപ്പോൾ കുഴപ്പമില്ല, എന്നാലും എന്തോ ഒരിതുപോലെ തോന്നിയിട്ട് നമുക്ക് വേറൊരു സാരി നോക്കാമെന്ന് വിചാരിച്ചിട്ട് അടുത്ത സാരിയിലോട്ട് പോയി കേട്ടോ. അടുത്ത് ഇങ്ങനെ ഒരുപാട് സാരീസും ഉണ്ട്. നമ്മുടെ ഓരോ റേറ്റ് അനുസരിച്ചാണ് അവിടെ ഇങ്ങനെ ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ അടുത്ത് ഈ നീല സാരി എടുത്തു. നീല സാരി കുഴപ്പമില്ലാന്ന് തോന്നി കേട്ടോ. അപ്പോൾ അവരിങ്ങനെ നമ്മുടെ റേറ്റിനനുസരിച്ച് ഓരോ സാരികളൊക്കെ ഇങ്ങനെ ഇട്ടതാണ്. സത്യം പറഞ്ഞാൽ നമ്മൾ സാരി എടുക്കാൻ പോകുമ്പോൾ അപ്പോൾ നമുക്ക് ഒന്നും ഇഷ്ടപ്പെടില്ല. അപ്പോൾ അത് കൊള്ളില്ല, ഇത് കൊള്ളില്ല എന്ന് തോന്നും. പക്ഷെ നമ്മളിങ്ങനെ വീഡിയോസും കാര്യങ്ങളും എടുത്തിട്ട് വീട്ടിൽ വന്ന് നോക്കുമ്പോൾ നമ്മളെടുത്ത ഡ്രസ്സ് കൊള്ളില്ല എന്ന് തോന്നും. ആ ഒരു അവസ്ഥയാണ്. പിന്നെ ഈ ഒരു പച്ച അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷേ പച്ച അമ്മയ്ക്ക് വെച്ച് ഡ്രൈപ്പ് ചെയ്ത് നോക്കിയപ്പോൾ അമ്മയ്ക്ക് അത്ര പോരാന്ന് തോന്നി. അങ്ങനെ ആ കളർ ബ്ലൗസൊക്കെ വന്നപ്പോൾ എന്തോ ഒരു അമ്മയ്ക്ക് അങ്ങ് ഇഷ്ടപ്പെടായിക. അങ്ങനെ അമ്മ അതും വേണ്ടെന്ന് ഉപേക്ഷിച്ചു കേട്ടോ. പിന്നെ ഞാൻ അവിടെ ഉള്ള സാരി, ഈ ഡമ്മിയിലിട്ടിരിക്കുന്ന സാരിയുടെ റേറ്റുകൾ നോക്കുകയാണ്. നമ്മളെ കൊണ്ടൊന്നും ഇത് വാങ്ങാൻ കഴിയില്ല. നമ്മൾ എന്നാലും ഇത്ര റേറ്റിനുള്ള സാരി ഒന്നും എടുക്കാൻ പോകുന്നില്ലല്ലോ, നമ്മളല്ലല്ലോ കല്യാണ പെണ്ണ്. അതുകൊണ്ട് നമ്മളത് താനെ അങ്ങ് ഉപേക്ഷിച്ചു. അടുത്ത എനിക്കുള്ള സാരി സെലക്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അമ്മയ്ക്ക് ഏകദേശം സാരിയൊക്കെ സെലക്ട് ചെയ്തിട്ടോ. അടുത്ത എൻ്റെ സാരിയാണ്. അപ്പോൾ ഞാൻ കൂടുതൽ സാരി ഒന്നും നോക്കാൻ നിന്നില്ല. കയ്യിൽ കിട്ടിയ ഒരു 2 സാരി എടുത്ത് ജസ്റ്റ് ഒന്ന് ഉടുത്തു നോക്കി. അങ്ങനെ ഒരു സാരി പിക്കപ്പ് ചെയ്തു. എനിക്ക് ഈ സാരി അവിടെ വെച്ച് നോക്കിയപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടില്ലായിരുന്നു. പക്ഷെ ഇവിടെ വന്നപ്പോൾ തോന്നുന്നു ഇതായിരിക്കും കൊള്ളാമെന്ന് തോന്നി. അതങ്ങനെയാണല്ലോ, അവിടെ നിൽക്കുമ്പോൾ തോന്നും അത് കൊള്ളില്ല, വീട്ടിൽ വന്ന് നോക്കും. അങ്ങനെയാണ് നമ്മൾ അല്ലേ. അങ്ങനെ ഞാൻ വെച്ച് നോക്കുന്നത്. നിങ്ങൾക്ക് എൻ്റെ ഈ സാരി ഇഷ്ടപ്പെട്ടെങ്കിൽ പറയട്ടോ. വെച്ച് നോക്കിയിട്ട് എനിക്ക് അവിടെ നിന്നപ്പോൾ അത്ര ഇത് തോന്നിയില്ല, അതാ. അങ്ങനെ ഞാൻ ഉടുത്തു നോക്കുകയാണ്. അപ്പോൾ അച്ഛന് ഇഷ്ടപ്പെട്ടു, അച്ഛന് ഈ സാരി ഇഷ്ടപ്പെട്ടു കേട്ടോ. പക്ഷേ എനിക്കും നാത്തൂനൊക്കെ തോന്നി മറ്റേ സാരി ആയിരിക്കും കൊള്ളാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ സാരി എടുത്തത് കേട്ടോ. അപ്പോൾ ഉടുത്തു കൊടുക്കുന്നുണ്ട്. എൻ്റെ മുഖത്ത് ചിരികൾ വിടരുന്നു. ഉണ്ടോ ഇല്ലയെന്ന് ചോദിച്ചാൽ ഇല്ല. എനിക്ക് സത്യം പറഞ്ഞാൽ കൺഫ്യൂഷനായി. ആ സാരി വേണോ ഈ സാരി വേണോ എന്നുള്ളൊരു കൺഫ്യൂഷനാണ് കേട്ടോ. നമ്മൾ എത്ര സാരി നോക്കിയാലും ലാസ്റ്റ് നോക്കി കൂതറ സാരിയിൽ എത്തുന്ന ഒരവസ്ഥയിലോട്ട് എത്തും ലാസ്റ്റ്. അതാ നമ്മൾ എത്ര സാരി അങ്ങനെയാണ് നടക്കാറുള്ളത്. പിന്നെ നമ്മൾ അവിടെ നിന്ന് താഴെ ഇറങ്ങി കേട്ടോ. താഴെയല്ല, പോത്തീസിൽ തന്നെയാണ്. ഞാൻ ഋതുവും കൂടെ, ബാക്കി പിന്നെ ഇവള് സമ്മതിക്കാത്തതുകൊണ്ട് ഞാൻ ഋതുവും കൂടെ ഇങ്ങനെ ഇതിൽ എക്സ്ക്യൂലേറ്ററിൽ ഇങ്ങനെ കയറുക ഇറങ്ങുക ഇത് തന്നെ ആയിരുന്നു ജോലി അവൾക്ക്. പിന്നെ അവിടെ ഒരു സെക്യൂരിറ്റി എന്ന് പറയാൻ പറ്റില്ല, അവിടെ ഒരാൾ നിൽപ്പുണ്ടായിരുന്നു. അയാൾക്ക് എന്നെ നമ്മളെ മടുത്തു. അങ്ങോട്ട് പോകും ഇങ്ങോട്ട് ഇറങ്ങും, അങ്ങോട്ട് പോകും ഇങ്ങോട്ട് ഇറങ്ങും. ലാസ്റ്റ് എങ്ങനെയെങ്കിലൊക്കെ ഞാൻ താഴെ ഇറക്കി. എന്നിട്ട് വേറെ സെക്ഷനിൽ കൊണ്ട് അവിടെ ഇതൊക്കെ തന്നെയാണ് അവളുടെ അവസ്ഥ. പിന്നെ നമ്മളിങ്ങനെ അവൾക്ക് ചെവിയിൽ വെക്കുന്ന ഒരു സാധനം വാങ്ങിച്ചു കേട്ടോ. ഇത് എന്താ പേരാന്ന് എനിക്കറിയില്ല. പിന്നെ അത് കുറച്ച് നേരം അടങ്ങിയിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ബൈ.